ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. മയക്കത്തിലും അഖില് അമ്മയെ കാണണം, അമ്മയ്ക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് ആകെ തകർന്നിരിക്കുകയാണ് ദേവകിയും ശ്യാമയും. അമ്മേ, ഞാൻ ഒരിടം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്യാമ പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമ നേരെ ആനന്ദ നിലയത്തിലേക്ക് ചെല്ലുന്നതാണ്. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ശ്യാമ അകത്തേക്ക് കയറുമ്പോൾ ഐശ്വര്യ ശ്യാമയെ തടയുകയാണ്. നീ ആരാ? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നിന്നെ കാണാനും നിന്നോട് സംസാരിക്കാനുമൊന്നും ഇവിടെ ആരുമില്ല, ഇപ്പോൾ ഇറങ്ങിക്കോണമെന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് പൊക്കോളാമെന്ന് ശ്യാമ പറയുന്നു. എന്നാലും ഐശ്വര്യ ശ്യാമയെ സംസാരിക്കാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അമൃത വരികയാണ്. ദേ ഐശ്വര്യേ, നിന്റെ ഭരണമൊക്കെ നിന്റെ ഓഫീസിലെ ആളുകളോട് മതി, അല്ലാതെ ഇവിടെയുള്ളവരോടൊന്നും നീ കൂടുതൽ സംസാരിക്കാനൊന്നും വരണ്ട. ഇത് എൻ്റെയും കൂടെ വീടാണ്. ശ്യാമ അമ്മയെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ടേ പോകൂവെന്നും അമൃത പറയുന്നു. അതേസമയം വസുന്ധര അങ്ങോട്ടേക്ക് വരികയാണ്. വസുന്ധരയെ കാണുമ്പോൾ ശ്യാമ അടുത്തേക്ക് ചെല്ലുകയാണ്. ശ്യാമയെ കണ്ടയുടൻ വസുന്ധര ചോദിക്കുകയാണ്, പാലുകാച്ചലിന് ക്ഷണിക്കാൻ വന്നതാകും അല്ലേ? ഐശ്വര്യയെ, നീയുമില്ലായിരുന്നോ? ഇന്നലെയല്ലേ ഇവളിവിടെ വന്ന് പുതിയ വീട് വെക്കാൻ പോകുന്നെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയത്? അതെ അമ്മേ, ഇന്നലെ തന്നെയാണെന്ന് ഐശ്വര്യ പറയുന്നു. തുടർന്ന് ശ്യാമ പറയുകയാണ്, ഞാനിപ്പോൾ വന്നത് അതിനൊന്നുമല്ല. അഖിൽ സാറിന് നല്ല പനിയാണ്, മയക്കത്തിലും അമ്മയോടെന്ന എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കേൾക്കുന്ന വസുന്ധര ഒരു ഞെട്ടലോടെ ശ്യാമയെ നോക്കുന്നു. അമ്മേ, അമ്മ അന്ന് എന്നോട് ചോദിച്ചില്ലായിരുന്നോ അമ്മയേക്കാൾ സ്നേഹം ആ മകന് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന്? എന്നാൽ ഇന്ന് എനിക്ക് ബോധ്യമായമ്മേ, അമ്മയുടെ സ്നേഹം ഒന്നിനും പകരം വെക്കാൻ പറ്റാത്ത ഒന്നാണെന്ന്. ഞാൻ തോറ്റുപോയമ്മേ. ഇപ്പോൾ അമ്മയുടെ അഖിമോൻ അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ശ്യാമ അവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് വസുന്ധര. അമ്മേ, ഇതവളുടെ പുതിയ നാടകമാണ്, അമ്മ വിശ്വസിക്കരുതെന്ന് ഐശ്വര്യ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ തൻ്റെ മുറിയിലേക്ക് പോവുകയാണ് വസുന്ധര. ഇതവളുടെ പുതിയ അടവാണെന്ന് ഐശ്വര്യ അമൃതയോട് പറയുമ്പോൾ അമൃത പറയുകയാണ്, ഹൃദയമെടുത്ത് കാണിച്ചാലും വാഴനാരാണെന്ന് പറയുന്നവളാ നീ. അത്രയും പറഞ്ഞ് അമൃത പോകുമ്പോൾ ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഇനി ശ്യാമയുടെ പൂങ്കണ്ണീര് കണ്ട് അവരെങ്ങാനും വീണുപോയോ? അതേസമയം പൂജാമുറിയിൽ കയറി അഖിലിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് വസുന്ധര. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. അമ്മേ, ഇപ്പോൾ അഖിൽ സാറിന് എങ്ങനെയുണ്ടെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ മോള് പോയി കഴിഞ്ഞ് പനി കൂടിയെന്നും ഞാനും വാസുവേട്ടനും കൂടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നതേയുള്ളെന്നും ദേവകി പറയുന്നു. മോള് പോയ കാര്യം എന്തായെന്ന് ദേവകി ചോദിക്കുമ്പോൾ ആദ്യം ഞാനൊന്ന് അഖിൽ സാറിനെ കണ്ടിട്ട് വരട്ടെ അമ്മയെന്ന് ശ്യാമ പറയുന്നു. തുടർന്ന് ശ്യാമ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അഖില് ശ്യാമയെ കണ്ടയുടൻ എഴുന്നേൽക്കുകയാണ്. ട്യൂഷൻ കുട്ടികളെല്ലാം പോയ കാര്യം ഞാൻ അറിഞ്ഞു. താൻ അവരുടെ വീട്ടിൽ പോയതാണോ? അല്ല സാർ, ഞാൻ വസുന്ധരാമ്മയെ കാണാൻ പോയതാ. അമ്മയെ കണ്ട ഒന്ന് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ സാറിന്. ഞാനൊരു ടാക്സി വിളിച്ചു തരാം, സാറ് അതിൽ കയറി അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അഖില് എഴുന്നേറ്റ് ചെല്ലുകയാണ്. ആ അമ്മയുടെ അടുത്തെത്തിയ സാറിന്റെ എല്ലാ അസുഖവും മാറും, അതാ നല്ലത്. ഓ, ശ്യാമയോ എന്ന് അഖില് ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഇടയ്ക്ക് വന്ന് കണ്ടാൽ മതി. അത്രയും പറഞ്ഞുകൊണ്ട് ശ്യാമ പൊട്ടിക്കരയുമ്പോൾ അഖില് പറയുകയാണ്, എൻ്റെ കണ്ണി നോക്കി ഒരിക്കൽ കൂടി പറഞ്ഞേ, നമ്മള് പിരിയാൻ പോവുകയാണോ? ഇത് കേൾക്കുന്ന ശ്യാമ ഒന്നും പറയാനാകാതെ അഖിലിനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുകയാണ്. ഇല്ല, നിന്നെ ഞാൻ വിട്ടുകളയില്ല, നീ ഇല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല ശ്യാമയെന്ന് പറഞ്ഞ് അഖിലും കരയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അഖിലിന്റെ കാര്യമോർത്ത് കരയുകയാണ് വസുന്ധര. അതേസമയം വർമ്മ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ആനന്ദേട്ടൻ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോയില്ലേ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ഞാൻ ശ്യാമയെ കണ്ടിരുന്നെന്ന് വർമ്മ പറയുന്നു. ആനന്ദേട്ടൻ ഓഫീസിലേക്ക് പോകുന്നില്ലേ? എനിക്ക് ഓഫീസ് വരെ ഒന്ന് വരണമായിരുന്നു. വസു, എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ, നീ കരയുമായിരുന്നില്ലേ? അത് പിന്നെ അഖി സുഖമില്ലാതെ പിച്ചും പേയും പറഞ്ഞെന്ന്, എന്നിട്ട് അവളെന്നോട് ഇവിടെ തർക്കിക്കാൻ വന്നിരിക്കുന്നു. അഖിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ, അവനിപ്പോൾ എങ്ങനെയുണ്ടെന്നോ ഒന്നും പറയാതെ അവളൊരൊറ്റ പോക്കാ. അതെന്താ, വസു അവളോട് അതൊന്നും ചോദിച്ചില്ലേ? ചോദിക്കില്ലല്ലോ, വസുവിന് പിടിവാശിയാണല്ലോ വലുത്. ആനന്ദേട്ടനും എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ എന്ന് വസുന്ധര ചോദിക്കുന്നു. കുറ്റപ്പെടുത്തിയതൊന്നുമല്ല വസു, ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാ, നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ വർമ്മ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. അഖിലിന്റെ കൂടെ ഇരുന്ന് അഖിലിന് കഴിക്കാൻ ഓറഞ്ച് നൽകുകയാണ് ശ്യാമ. സുന്ദര പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്ത് ശ്യാമ വിഷമത്തോടെ ഇരിക്കുമ്പോൾ അഖില് ചോദിക്കുകയാണ്, എന്താടോ തനിക്ക് എന്തു പറ്റി? അത് പിന്നെ ഞാൻ കാരണമല്ലേ സാറും അമ്മയുമായിട്ട് പിരിഞ്ഞു കഴിയുന്നത്. അതോർത്തിട്ട് എനിക്ക് വിഷമമുണ്ടാണെങ്കിലും സാറ് വിഷമിക്കേണ്ട, സാറിനെ കാണാൻ അമ്മ വന്നിരിക്കും, ഇല്ലെങ്കിൽ കണ്ണൻ കൊണ്ടുവന്നിരിക്കും. ഇത് കേൾക്കുന്ന അഖില് ചിരിച്ചുകൊണ്ട് ശ്യാമയെ നോക്കുമ്പോൾ ശ്യാമ അടുക്കളയിലേക്ക് പോവുകയാണ്. പാവം,
അയാൾ കാരണമാണ് ഞാനും അമ്മയും പിരിഞ്ഞത് എന്നുള്ള വിഷമമാ എന്ന് പറഞ്ഞ് വിഷമത്തോടെ അഖില് ശ്യാമ പോയ വഴി നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.